TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ സ്കെലിറ്റൽ മസിൽസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം മസിൽ ബണ്ടിൽസുകൾ കൊണ്ടാണ്. ആ ബണ്ടിൽസുകളെ വിളിക്കുന്ന പേരാണ് ഫാസിക്കിൾ എന്ന് വിളിക്കുന്നു. ധാരാളം ബണ്ടിൽസുകളുണ്ട്. ഈ ബണ്ടിൽസുകളെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് കണക്റ്റീവ് ഷീത്തുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫാഷ്യ എന്ന് വിളിക്കുന്നു. ഓരോ മസിൽ ഫൈബറും അതിനെ ഫോം ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. സാർക്കോലെമ്മ എന്നാണ് പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേര്. അതുപോലെ തന്നെ മസിൽ അകത്ത് കാണുന്ന പ്രോട്ടോപ്ലാസത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസം. മസിൽസിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓരോ മസിൽസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം ഫാസിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, മസിൽ ബണ്ടിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ഫാസിക്കിൾസും അനേകം മസിൽ ഫൈബേഴ്സ് ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ മസിൽ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് മയോഫൈബ്രിൽ. മയോഫൈബ്രിലിൻ്റെ അൾട്രാ സ്ട്രക്ചറിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഓരോ മയോഫൈബ്രിലും ഡാർക്ക് ആൻഡ് ലൈറ്റ് റീജിയൻസ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്താണ് കാണുന്നത്. അതിൽ ഡാർക്ക് റീജിയനെയാണ് എ ബാൻഡ് എന്ന് വിളിക്കുന്നു, ലൈറ്റ് റീജിയനെ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നു. ഐ ബാൻഡിൻ്റെ നടുവിലായിട്ട് ഒരു ഡാർക്ക് ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇസഡ് ലൈൻ. അതുപോലെ തന്നെ എ ബാൻഡിൻ്റെ നടുവിലും ഒരു ലൈറ്റ് ലൈൻ കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എം ലൈൻ. ഐ ബാൻഡിൻ്റെ നടുവിൽ കാണുന്ന ലൈനിൻ്റെ പേരാണ് ഇസഡ് ലൈൻ. അടുത്തടുത്ത് വരുന്ന രണ്ട് ഐ ബാൻഡ്, ഒരു ഐ ബാൻഡ് കാണും, അതിൻ്റെ ഇടയിലായിട്ടൊരു എ ബാൻഡ് കാണും, വീണ്ടും ഒരു ഐ ബാൻഡ് കാണും. അപ്പോൾ രണ്ട് ഐ ബാൻഡിൻ്റെയും നടുവിലായിട്ട് ഇസഡ് ലൈനുണ്ട്. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഈ പോർഷൻ, ആ പോർഷനെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. സാർക്കോമിയർ. ഇനി അതുപോലെ തന്നെ എം ലൈനിൽ എ ബാൻഡിൻ്റെ നടുവിലായിട്ട് എം ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് റീജിയൻ കാണുന്നുണ്ട്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എച്ച് സോൺ. ഒരു മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ഐ ബാൻഡും എ ബാൻഡും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എ ബാൻഡിൻ്റെ നടുവിലുള്ള ഐ ബാൻഡിൻ്റെ നടുവിലുള്ള ലൈനാണ് ഇസഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ എ ബാൻഡിൻ്റെ നടുവിലുള്ള ലൈനാണ് എം ലൈൻ എന്ന് വിളിക്കുന്നത്. എ ബാൻഡിൻ്റെ നടുവിലൊരു ലൈറ്റർ പോർഷൻ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് എച്ച് സോൺ. അടുത്തടുത്തുള്ള രണ്ട് ഇസഡ് ലൈനിനിടയിലുള്ള സെഗ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. സാർക്കോമിയറിനെയാണ് നമ്മൾ മസിൽ കോൺട്രാക്ഷൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഐ ബാൻഡും എ ബാൻഡും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസാണ് ആക്റ്റിൻ എന്നും മയോസിൻ എന്നും പറയുന്ന മയോഫിലമെൻറ്റ്സ്. ഇനി അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, അതായത് ആക്റ്റിൻ ആൻഡ് മയോസിൻ. അതിൽ സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ആക്റ്റിൻ ഫിലമെൻറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പ് പ്രോട്ടീൻസ് കൊണ്ടാണ്. ഒന്ന് എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ എഫ് ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അഥവാ ഫൈബ്രസ് ആക്റ്റിൻ എന്ന് വിളിക്കും. ഫൈബ്രസ് ആക്റ്റിൻ ഓർ എഫ് ആക്റ്റിൻ. ഈ എഫ് ആക്റ്റിനാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പ്രോട്ടീൻ. ഇതൊരു 2 ഫിലമെൻ്റ് ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ, ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി കാണുന്ന ടൈപ്പ് രീതിയിലാണ് കാണുന്നത്. ഈ എഫ് ആക്റ്റിൻ, ഈച്ച് ആക്റ്റിൻ തിൻ ഫിലമെൻ്റ് ഈസ് മേഡ് ഓഫ് 2 എഫ് ആക്റ്റിൻസ് ഓർ ഫിലമെൻ്റസ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ്റെ ഫുൾ ഫോമാണ് ഫിലമെൻ്റസ് ആക്റ്റിൻ. ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ. ഒരു സ്പ്രിങ് പോലെ ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ വൗണ്ട് ചെയ്ത് കാണുന്ന ഒരു രീതിയിലാണ് എഫ് ആക്റ്റിൻ കാണുക. Each F actin is a polymer of monomeric G actin.
ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം, ഇത് ഓരോന്നും ഓരോ ഗ്ലോബുലാർ ഷേപ്പിലാണ്, റൗണ്ട് ഷേപ്പ്, ഒരു ബോൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ആക്റ്റിൻസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു ഫിലമെൻറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. അപ്പോൾ ഇതിലെ ഓരോ മോണോമറിക് യൂണിറ്റും ഓരോ ജി ആക്റ്റിനാണ്. ഇനി മറ്റൊരു ഫിലമെൻറ്റ്, അതായത് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന മറ്റൊരു ഫിലമെൻറ്റ് പിക്ചറിൽ നമുക്ക് കാണാം. ഡാർക്ക് കളറിൽ ഈ കാണുന്ന മറ്റൊരു ഫിലമെൻ്റാണ് ട്രോപ്പോമയോസിൻ. Two filaments of another protein, tropomyosin, also run close to the F actins throughout its length. അപ്പോൾ എഫ് ആക്റ്റിനുമായിട്ട് ചേർന്നുകൊണ്ട് ആ എഫ് ആക്റ്റിൻ്റെ ഗ്രൂവിൽ കൂടെ ഈ രീതിയിൽ വൗണ്ട് ചെയ്യപ്പെട്ടുകൊണ്ട് കാണുന്ന മറ്റൊരു ഫിലമെൻ്റാണ്, മറ്റൊരു പ്രോട്ടീൻ ഫിലമെൻ്റാണ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന ഫിലമെൻ്റ്. ഇനി മറ്റൊരു പ്രോട്ടീനുണ്ട്, ട്രോപ്പോണിൻ. Troponin is distributed at regular intervals on the tropomyosin. ട്രോപ്പോമയോസിൻ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ, റെഗുലർ ഡിസ്റ്റൻസിൽ കാണുന്ന മറ്റൊരു പ്രോട്ടീനാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും 3 ടൈപ്പ് പ്രോട്ടീൻസ് ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സിൽ തന്നെയുണ്ട്. അത് ഏതൊക്കെയാണ്? ട്രോപ്പോണിൻ എന്നൊരു ഫിലമെൻറ്റ്, അത് ഫിലമെൻ്റ് അല്ല, ഗ്ലോബുലാർ ഷേപ്പിൽ കാണുന്ന പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. മറ്റൊന്ന് ഫിലമെൻ്റൽ ഷേപ്പിൽ കാണുന്ന ട്രോപ്പോമയോസിനും, അതുപോലെ ഫിലമെൻ്റായിട്ട് കാണുന്ന ഫിലമെൻ്റസ് ആക്റ്റിനും. അപ്പോൾ ഫിലമെൻ്റസ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ, ദീസ് ആർ ദ മേജർ പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ആക്റ്റിൻ. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 3 ടൈപ്പ് പ്രോട്ടീൻസ് കൊണ്ടാണ്. എന്തൊക്കെയാണ് ആ പ്രോട്ടീൻസ്? ഒന്ന് എഫ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ ഈസ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് ജി ആക്റ്റിൻ. മറ്റൊന്ന് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ ഈസ് അനദർ പ്രോട്ടീൻ വിച്ച് ഈസ് സീൻ ക്ലോസ് ടു ദ എഫ് ആക്റ്റിൻ. ആൻഡ് അനദർ പ്രോട്ടീൻ ദാറ്റ് ഈസ് ട്രോപ്പോണിൻ. ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ട്രോപ്പോമയോസിൻ. ഇത്രയുമാണ് നമ്മൾ ആക്റ്റിൻ ഫിലമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഈ പിക്ചറിൽ കാണുന്നതാണ് മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ. മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് മയോഫൈബ്രിൽസിൽ നമ്മുടെ എ ബാൻഡിൽ കാണുന്ന ഫിലമെൻ്റാണ്. ആക്റ്റിൻ ഫിലമെൻറ്റ് കാണുന്നത് ഐ ബാൻഡിലാണ്. എ ബാൻഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫിലമെൻ്റാണ് മയോസിൻ ഫിലമെൻറ്റ്. മയോസിൻ ഫിലമെൻറ്റ് തിക്ക് ഫിലമെൻ്റാണ്. എ ബാൻഡ് ഡാർക്ക് ബാൻഡാണ്. ഡാർക്കായിട്ടിരിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ തിക്കായിട്ടുള്ള മയോസിൻ ഫിലമെൻറ്റിൻ്റെ പ്രസൻസ് ആണ്. ഈച്ച് മയോസിൻ ഫിലമെൻറ്റ് ഈസ് ആൾസോ എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. അപ്പോൾ ഇതും ഒരു പ്രോട്ടീൻ പോളിമറാണ്. മയോസിൻ ഫിലമെൻറ്റ് പോളിമറൈസ് ചെയ്ത പ്രോട്ടീനാണ് കാണുന്നത്. മെനി മോണോമറിക് പ്രോട്ടീൻസ് കാൾഡ് മീറോമയോസിൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺ തിക്ക് ഫിലമെൻറ്റ്. ഇപ്പോൾ ഒരു ഫിലമെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത് മീറോമയോസിനാണ് അതിൻ്റെ മോണോമർ. നേരത്തെ ആക്റ്റിൻ ഫിലമെൻറ്റിൽ ജി ആക്റ്റിൻ, എഫ് ആക്റ്റിൻ പറഞ്ഞപ്പോൾ എഫ് ആക്റ്റിൻ്റെ മോണോമറാണ് ജി ആക്റ്റിൻ. അപ്പോൾ അതുപോലെ ഇവിടെ മയോസിൻ ഫിലമെൻറ്റിൻ്റെ മോണോമറാണ് മീറോമയോസിൻ. മെനി മോണോമറിക് പ്രോട്ടീൻസ് കാൾഡ് മീറോമയോസിൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺ തിക്ക് ഫിലമെൻറ്റ്. ഒരു തിക്ക് ഫിലമെൻറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് മീറോമയോസിൻ. ഇനി ഓരോ മീറോമയോസിനും ഹാസ് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ്. എ ഗ്ലോബുലാർ ഹെഡ് വിത്ത് എ ഷോർട്ട് ആം കാൾഡ് ഹെവി മീറോമയോസിൻ. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ, ഒരു ഗ്ലോബുലാർ ഹെഡുണ്ട്, അതുപോലെ ഒരു ഷോർട്ട് ആമും ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തിനെ വിളിക്കുന്ന പേര് ഹെവി മീറോമയോസിൻ, ഷോർട്ട് ഫോമിൽ HMM എന്ന് വിളിക്കുന്നു. ആൻഡ് എ ടെയിൽ കാൾഡ് ലൈറ്റ് മീറോമയോസിൻ. ടെയിൽ പോർഷനെ വിളിക്കുന്ന പേര് ലൈറ്റ് മീറോമയോസിൻ എന്ന് വിളിക്കുന്നു. ഓരോ മയോസിൻ ഫിലമെൻറ്റും ഇറ്റ് ഈസ് എ മോണോമർ ഓഫ് മീറോമയോസിൻ. മീറോമയോസിൻ, ഈച്ച് മീറോമയോസിൻ ഈസ് ഫോംഡ് ബൈ HMM, ഹെവി മീറോമയോസിൻ, ആൻഡ് ലൈറ്റ് മീറോമയോസിൻ. അപ്പോൾ ഹെഡ് പോർഷൻ, അതുപോലെ തന്നെ ഒരു ചെറിയ ആം, ഷോർട്ട് ആം.
ഇത്രയും ഫോം ചെയ്തിരിക്കുന്നത് ഹെവി മീറോമയോസിൻ കൊണ്ടാണ്. ഈ ടെയിൽ പോർഷൻ ഫോം ചെയ്തിരിക്കുന്നത് ലൈറ്റ് മീറോമയോസിൻ കൊണ്ടാണ്. The HMM component, that is a heavy myromyosin component. The head and short arm project outward at a regular distance from the surface of myosin filament and is known as cross arm. ഇവിടെ നമുക്ക് കാണാം, അപ്പോൾ ഇതാണ് മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഹെഡും അതിൻ്റെ ഷോർട്ട് ആമും റെഗുലർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് മയോസിൻ ഫിലമെൻറ്റിൽ കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആം. അപ്പോൾ മസിൽ കോൺട്രാക്ഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ക്രോസ് ആം ഫോർമേഷൻ ഇതാണ് ഈ പിക്ചറിൽ നമ്മളിവിടെ കാണുന്നത്. HMM കമ്പോണൻറ്റ്, ദറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഷോർട്ട് ആം. ഹെഡും ഷോർട്ട് ആമും പ്രൊജക്റ്റ് ഔട്ട്വേർഡ്, ഇങ്ങനെ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും അറ്റ് റെഗുലർ ഡിസ്റ്റൻസ്, ഇത് പ്രത്യേക ഡിസ്റ്റൻസിൽ, ഫ്രം ദ സർഫസ് ഓഫ് മയോസിൻ ഫിലമെൻറ്റ്, മയോസിൻ ഫിലമെൻറ്റിൻ്റെ സർഫസിൽ നിന്നും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്രോസ് ആം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആം. ദ ഗ്ലോബുലാർ ഹെഡ് ഈസ് ആൻ ആക്റ്റീവ് ATPase എൻസൈം. ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ATPase എൻസൈം. ATPase എൻസൈം എന്ന് പറയുന്നത് ATP മോളിക്യൂൾ അറിയാം, എനർജി കറൻസിയാണ്, എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോളിക്യൂളാണ് ATP. ATP മോളിക്യൂളിനെ ADP ആക്കി മാറ്റുന്നത്, ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതിനെ ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്. അതായത് അതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ റിലീസ് ചെയ്യപ്പെട്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ATP എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോളിക്യൂളാണ്. ആ മോളിക്യൂളിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ATPase എൻസൈം. ആ ATPase എൻസൈം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനാണ് ഗ്ലോബുലാർ ഹെഡ്. The globular head is an active ATPase enzyme and has binding sites for ATP. ATP വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ. ആൻഡ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ആക്റ്റിൻ. ആക്റ്റിൻ ഫിലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന മറ്റൊരു ആക്റ്റീവ് സൈറ്റ്സും ഈ ഹെഡ് റീജിയനിലാണുള്ളത്. The globular head is an active ATPase enzyme and has binding sites for ATP and active sites for actin. മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുക, ഇത് മീറോമയോസിൻ ആണ് ഇതിൻ്റെ മോണോമറിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ മീറോമയോസിനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് HMM ഹെവി മീറോമയോസിനും ലൈറ്റ് LMM ലൈറ്റ് മീറോമയോസിനും ചേർന്നാണ്. ഹെവി മീറോമയോസിൻസിലാണ് ഹെഡ് റീജിയണും ക്രോസ് ആം റീജിയണും വരുന്നത്. ലൈറ്റ് മീറോമയോസിൻ LMM റീജിയനിലാണ് അതിൻ്റെ ടെയിൽ പോർഷൻ വരുന്നത്. മയോസിൻ ഫിലമെൻറ്റിൽ നിന്നും ഈ ക്രോസ് ആമും ഹെഡ് റീജിയണും പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഇത്രയാണ് നമുക്ക് മയോസിൻ ഫിലമെൻ്റ് സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മസിൽസ് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് ഉള്ള പ്രധാനപ്പെട്ട തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മസിൽ കോൺട്രാക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് മസിൽ ഫൈബേഴ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ആക്റ്റിൻ മയോഫൈബ്രിൽസും അതുപോലെ തന്നെ മയോസിനും. അപ്പോൾ ഈ ഫൈബേഴ്സിൻ്റെ സ്ലൈഡിംഗ് വഴിയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. മസിൽ കോൺട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. നമുക്കറിയാം രണ്ട് ഫിലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്റ്റിൻ ഫിലമെൻറ്റ്സും ഉണ്ട്. തിൻ ഫിലമെൻറ്റ്സ് ആണ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, തിക്ക് ഫിലമെൻറ്റ്സ് ആണ് മയോസിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഫിലമെൻറ്റ്സും ആക്റ്റിൻ ഫിലമെൻറ്റ്സും സ്ലൈഡ് ചെയ്യും. ഒന്നിൻ്റെ പുറത്തുകൂടെ മറ്റൊന്ന് സ്ലൈഡ് ചെയ്യും. അതായത് മയോസിൻ ഫിലമെൻറ്റിൻ്റെ പുറത്തുകൂടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുന്നു. ആ നീങ്ങിയാണ് മസിലിൻ്റെ നീളം കുറയുന്നത്, മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നത് എന്ന തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. This theory states that the contraction of muscle fiber takes place by the sliding of the thin filaments over the thick filaments.
അപ്പോൾ തിക്ക് ഫിലമെൻറ്റ്സ് അറിയാം, മയോസിൻ ഫിലമെൻറ്റ്സ് ആണ് തിക്ക് ഫിലമെൻറ്റ്സ്. ഈ തിക്ക് ഫിലമെൻറ്റ്സിൻ്റെ പുറത്തുകൂടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, തിൻ ഫിലമെൻറ്റ്സ് സ്ലൈഡ് ചെയ്ത് വരുന്നു. പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് മയോസിൻ ഫിലമെൻ്റ് ആണ്. മയോസിൻ ഫിലമെൻറ്റിൻ്റെ പുറത്താണ് ഇവിടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് നമുക്ക് കാണാം. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇരിക്കുന്ന ആദ്യത്തെ പൊസിഷൻ നോക്കുക, രണ്ടാമത്തെ പൊസിഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് കയറി വന്നിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിഭാസം, ഈ ഒരു സംഭവം നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷനിൽ മനസ്സിലാക്കേണ്ടത്. മസിൽ കോൺട്രാക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻറ്റ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS വയ എ മോട്ടോർ ന്യൂറോൺ. നമുക്കറിയാം, നമ്മുടെ വോളണ്ടറി മസിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്വയം നമ്മൾ കൈ ഉയർത്തണമെങ്കിലോ ഓടണമെങ്കിലോ ചാടണമെങ്കിലോ ഒക്കെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത ഉണ്ടാകണം. ഓടാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്നും സിഗ്നൽ മോട്ടോർ ന്യൂറോൺ വഴി മസിൽസിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്ന ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ. അപ്പോൾ മോട്ടോർ ന്യൂറോൺ വഴി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ മസിൽസിലേക്ക് എത്തും. മസിൽ കോൺട്രാക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻഡ് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം വയ എ മോട്ടോർ ന്യൂറോൺ. ഒരു മോട്ടോർ ന്യൂറോൺ വഴി സിഗ്നൽ ഇവിടെ എത്തുന്നു. A motor neuron along with the muscle fiber connected to it constitute a motor unit. ഈ കാണുന്നതാണ് മോട്ടോർ ന്യൂറോൺ. എലോങ് വിത്ത് മസിൽ ഫൈബർ, മസിൽ ഫൈബറിനെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു ടേമാണ് മോട്ടോർ യൂണിറ്റ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ഇവിടെ കാണാം, ആൻഡ് സാർക്കോലെമ്മ ഓഫ് ദ മസിൽ ഫൈബർ ഈസ് കാൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അഥവാ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The junction between motor neuron and the sarcolemma of the muscle fiber. മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമ്മയും തങ്ങളിൽ ചേരുന്ന സ്ഥലം, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. A neural signal reaching this junction releases a neurotransmitter called acetylcholine, which generates an action potential in the sarcolemma. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കി, ന്യൂറോണും മസിലുമായിട്ട് ചേരുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു സിഗ്നൽ എത്തുമ്പോൾ, മോട്ടോർ ന്യൂറോൺ വഴി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഈ ജംഗ്ഷനിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു, വിച്ച് ജനറേറ്റ്സ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാർക്കോലെമ്മ. അപ്പോൾ ഈ ഒരു അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ മസിൽ ഫൈബറിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. A neural signal reaching this junction releases a neurotransmitter acetylcholine, which generates an action potential in the sarcolemma. This spreads through the muscle fiber and causes the release of calcium ions into the sarcoplasm. ഇത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സ്പ്രെഡ്സ് ത്രൂ ദ മസിൽ ഫൈബർ. ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽ ഫൈബറിൽ മൊത്തം അങ്ങ് വ്യാപിക്കുകയും releases the calcium ions from the into the sarcoplasm. ഇപ്പോൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ധാരാളം കാൽഷ്യം അയോൺസ് ഉണ്ട്. അപ്പോൾ മസിൽ ഫൈബറിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. അപ്പോൾ കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യും. ഓർക്കുക, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരു നെർവ് ഇമ്പൾസ് എത്തുന്നു. നെർവ് ഇമ്പൾസ് എത്തുമ്പോഴത്തേക്കും
അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം സ്രവിപ്പിക്കപ്പെടുന്നു. അത് ഒരു നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ സാർക്കോലെമ്മയിൽ മൊത്തം ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ കാൽഷ്യം അയോൺസ് level leads to the binding of calcium with a subunit of troponin. നേരത്തെ മനസ്സിലാക്കി, ആക്റ്റിൻ ഫിലമെൻസിൽ അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ ട്രോപ്പോമയോസിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ട്രോപ്പോണിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ കാൽഷ്യം അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന കാൽഷ്യം അയോൺസ് എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു? ഈ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. thereby remove the masking of active sites for myosin. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഈ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റിൻ ഫിലമെൻ്റ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റ്സ്, നേരത്തെ ഇത് കവർ ചെയ്തിരിക്കുന്ന ആക്റ്റീവ് സൈറ്റ്സ് ഇപ്പോൾ അൺമാസ്ക് ചെയ്യും. റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ്. നമുക്ക് അടുത്ത പിക്ചറിൽ നമുക്കത് കാണാം. ഇവിടെ utilizing the energy from ATP hydrolysis, the myosin head now binds to the exposed active sites on the actin to form cross bridge. അപ്പോൾ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവുമെന്ന് പറഞ്ഞു. ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കാണുന്ന സൈറ്റ് എന്ന് വിചാരിക്കുക, ആക്റ്റീവ് സൈറ്റ്സ്. യൂട്ടിലൈസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്. അപ്പോൾ മയോസിൻ ഹെഡിൽ ATP ഉണ്ട്, ATPase എൻസൈംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ATPase എൻസൈംസ് ATP എന്താക്കി മാറ്റും? ADPയും ഫോസ്ഫറസും ആക്കി മാറ്റും, ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റും. ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ദ മയോസിൻ ഹെഡ് നൗ ബൈൻഡ്സ് ടു ദ എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സ്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആകുമെന്ന് പറഞ്ഞു. ആ എക്സ്പോസ്ഡ് ആകുന്ന ആക്റ്റീവ് സൈറ്റിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ആക്റ്റിൻ ഫിലമെൻറ്റിനകത്തേക്ക് മയോസിൻ ഫിലമെൻറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓർക്കുക, ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവും. ഈ എക്സ്പോസ്ഡ് ആകുന്ന ആക്റ്റീവ് സൈറ്റിലേക്ക് മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും. ദിസ് പുൾസ് ദ അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഇപ്പോൾ മയോസിൻ ഹെഡ് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഇങ്ങനെ അകത്തേക്ക് സ്ലൈഡ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നോക്കാൻ മനസ്സിലാകും. ഇപ്പോൾ ഈ കാണുന്നതാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്, ഈ കാണുന്നതാണ് മയോസിൻ ഫിലമെൻറ്റ്. ഈ മയോസിൻ ഫിലമെൻറ്റിലാണ് ഈ മേളിലേക്ക് കാണിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ലൈൻസാണ് മയോസിൻ്റെ ഹെഡ്. അപ്പോൾ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും, ആക്റ്റീവ് സൈറ്റ്സിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ ഈ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഈ രീതിയിൽ അകത്തേക്ക് പിടിച്ച് സ്ലൈഡ് ചെയ്യിപ്പിക്കും. രണ്ട് വശത്തു നിന്നും ഇങ്ങനെ മയോസിൻ ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻറ്റ് അകത്തേക്ക് ഇങ്ങ് കയറും. പിക്ചറിൽ കണ്ടോ? ഈ ആക്റ്റിൻ ഫിലമെൻറ്റ് അകത്തേക്ക് ഇങ്ങ് കയറുന്നു. നേരത്തെ ഈ കാണുന്നതായിരുന്നു H സോണ്, ഇത് M ലൈനാണ്. ഈ H സോണിനകത്തേക്ക് ആക്റ്റിൻ ഫിലമെൻസിനെ മയോസിൻ ഫിലമെൻസ് വലിച്ചടിപ്പിക്കുന്നു എന്ന് പറയാം. This pulls the attached actin filaments towards the center of A band. A ബാൻഡിൻ്റെ നടുവിലേക്ക് ആക്റ്റിൻ ഫിലമെൻസിനെ സ്ലൈഡ് ചെയ്യിപ്പിക്കുന്നു, വലിച്ചടിപ്പിക്കുന്നു എന്ന് പറയാം. The Z line attached to these actins are also pulled inwards, thereby causing a shortening of the sarcomere, that is contraction. അപ്പോൾ Z ലൈൻ കാണാൻ നമുക്ക് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ നടുവിലുള്ള ലൈനിനെയാണ് Z ലൈൻ എന്ന് വിളിക്കുന്നത്. Z ലൈൻ അറ്റാച്ച്ഡ് ടു ദീസ് ആക്റ്റിൻസ് ആർ ആൾസോ പുൾഡ് ഇൻവേർഡ്സ്. അപ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻസിനെ അകത്തേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ ഈ Z ലൈനും അകത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു.
thereby causing the shortening of the sarcomere. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ഇസഡ് ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സാർക്കോമിയറിൻ്റെ നീളം കുറയുന്നു, ഷോർട്ടനിങ് നടക്കുന്നു. അതായത് മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു, മസിൽ ചുരുങ്ങുന്നു. The myosin releasing the ADP and inorganic phosphate goes back to its released state. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ കഴിഞ്ഞാൽ അടുത്തെന്ത് ചെയ്യുന്നു? ATP എന്തായിട്ട് മാറുന്നു? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറിക്കഴിയുമ്പോൾ മയോസിൻ വീണ്ടും എന്ത് ചെയ്യുന്നു? റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ ഫോം ചെയ്തിരുന്ന ഈ ക്രോസ് ബ്രിഡ്ജ് അത് അവിടെ നിന്ന് മാറുന്നു. A new ATP binds and the cross bridge is broken. അപ്പോൾ വീണ്ടും പുതിയൊരു ATP ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ക്രോസ് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു? നേരത്തെ ഫോം ചെയ്തിരുന്ന ക്രോസ് ബ്രിഡ്ജ് ബ്രോക്കൺ ആകുന്നു. The ATP is again hydrolyzed by the myosin head and the cycle of cross bridge formation and breakage is repeated, causing further sliding. അപ്പോൾ വീണ്ടും അടുത്തൊരു ATP ഒന്ന് ബൈൻഡ് ചെയ്യുന്നു, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ മാറുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? ATP ADPയും ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു, എനർജി വെച്ചിട്ട് വീണ്ടും ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. മസിൽ ആൾട്ടർനേറ്റ് ആയിട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. The process continues till the Ca2+ ions are pumped back to the sarcoplasmic cisternae, resulting in the masking of actin filaments. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഏതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു? കാൽഷ്യം അയോൺസ്, Ca2+ അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട Ca2+ അയോൺസ് തിരിച്ചു വീണ്ടും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തിച്ചേരുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. This causes the return of Z line back to their original position, that is relaxation. അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുക? റിലാക്സേഷൻ എന്ന് വിളിക്കുക. The reaction time of the fibers can vary in different muscles. അപ്പോൾ ഈ ഒരു സമയം, കോൺട്രാക്ഷൻ്റെയും റിലാക്സേഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ മസിൽസിലും വ്യത്യാസമാണ്. കാർഡിയാക് മസിൽസിലും അതുപോലെ തന്നെ സ്കെലറ്റൽ മസിൽസിലും സ്മൂത്ത് മസിൽസിലും ഒക്കെ ആ ഒരു റിയാക്ഷൻ ടൈം വ്യത്യാസമായിരിക്കും. ഈ ഒരു പ്രോസസ്സ് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ്. എ നെർവ് ഇമ്പൾസ് റീച്ചസ് ദ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ ഒരു നെർവ് ഇമ്പൾസ് എത്തിച്ചേരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ഇൻ ദ സാർക്കോലെമ്മ. ആ മസിൽ ഫൈബറിൽ മൊത്തം ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. കാൽഷ്യം അയോൺസ് റിലീസ്ഡ് ഇൻ സാർക്കോലെമ്മ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു. കാൽഷ്യം അയോൺസ് ബൈൻഡ്സ് വിത്ത് ദ ട്രോപ്പോണിൻ സബ് യൂണിറ്റ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്. ഈ റിലീസ് ചെയ്യപ്പെടുന്ന കാൽഷ്യം അയോൺസ് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ആക്റ്റീവ് സൈറ്റ്സ് എക്സ്പോസ്ഡ് ആകുന്നു. ആ ബൈൻഡിങ്ങിൻ്റെ ഫലമായിട്ട് ഈ ഭാഗത്ത് കാണുന്ന ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ് ചെയ്യുന്നു. ആ ആക്റ്റീവ് സൈറ്റിലേക്ക് മയോസിൻ ഹെഡ് ബൈൻഡ് ചെയ്യുന്നു. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. ക്രോസ് ബ്രിഡ്ജ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഇവിടെ ഈ പിക്ചർ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഇത് എ ബാൻഡാണ്, ഇത് ഈ ഐ ബാൻഡാണ്, ഇത് എ ബാൻഡാണ്. അപ്പോൾ എ ബാൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബാൻഡാണ്. ഡാർക്ക് ബാൻഡിൻ്റെ നടുവിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വരകൾ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഹെഡ്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന് സഹായിക്കുന്ന മയോസിൻ ഹെഡുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻ. അപ്പോൾ ഇത് മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിലാക്സ്ഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ. എച്ച് സോൺ നമുക്കിവിടെ കാണാം, ഇവിടെ ഐ ബാൻഡ് ഇടയിൽ കാണാം. അപ്പോൾ ഇവിടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ എങ്ങനെയാണിത് കാണുക? എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് കുറേ പ്രൊജക്റ്റ് ചെയ്താൽ കാണുക. എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുക. ആ പ്രൊജക്റ്റ് ചെയ്യാത്ത പോർഷനാണ് ഹെച്ച് സോൺ എന്ന് മനസ്സിലാക്കുക.
എ ബാൻഡിനകത്തേക്ക് ഐ ബാൻഡ് പ്രൊജക്റ്റ് ചെയ്യാതെ മയോസിൻ മാത്രം കാണുന്ന ഏരിയ, അതാണ് എച്ച് സോൺ. എ ബാൻഡിൽ ആക്റ്റിനും കാണും, എ ബാൻഡിൽ ആക്റ്റിൻ മാത്രമേ ഐ ബാൻഡിൽ ആക്റ്റിൻ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ എ ബാൻഡിൽ ആക്റ്റിനും ഉണ്ട് മയോസിനും ഉണ്ട്. ആക്റ്റിൻ ഇതിനകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഇനി ഇത് ഈ കാണുന്ന ഫിഗറാണ് റിലാക്സ്ഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഫിഗർ. ഇനി കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഐ ബാൻഡ് എ ബാൻഡിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങിയിരിക്കുന്ന പിക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ എച്ച് സോണിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഇതാ ഇവിടെ കുറഞ്ഞു. എച്ച് സോണിൻ്റെ ഇവിടെ ഇത്രയും ദൂരം ഉണ്ടായിരുന്ന എച്ച് സോണ് ഇവിടെ ആ ദൂരം കുറഞ്ഞ് അകത്തേക്ക് കയറി. കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി മാക്സിമലി കോൺട്രാക്റ്റഡ്, പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? എച്ച് സോൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായി. എച്ച് സോണ് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായിട്ട് എ ബാൻഡിൽ വരുന്ന ഐ ബാൻഡ് കംപ്ലീറ്റ് ഇതാ ഇതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വന്നു. നോക്കൂ, ഇവിടെ ഈ രീതിയിൽ നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഐ ബാൻഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇവിടെ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് എച്ച് സോൺ അപ്രത്യക്ഷമാകുന്നു മാക്സിമം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ എക്സെഡ് ലൈൻ, ഇവിടെ മറ്റൊരു ഇസെഡ് ലൈൻ. ഈ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. അപ്പോൾ ഇവിടെ ഇതൊരു സാർക്കോമിയർ, ഇത് മറ്റൊരു സാർക്കോമിയർ. അപ്പോൾ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്ന മസിൽ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ലെങ്തിലേക്ക് ചുരുങ്ങി. അതായത് മസിൽ കോൺട്രാക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ ടേക്സ് പ്ലേസ്. ഇപ്പം മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഈ മയോസിൻ ഫിലമെൻറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ആക്റ്റിൻ ഫിലമെൻ്റാണ് മൂവ് ചെയ്യുന്നത്. മയോസിൻ ഫിലമെൻറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മയോസിൻ ഹെഡ് രണ്ട് വശത്തു നിന്നും ഈ ആക്റ്റിൻ ഫിലമെൻറ്റിനെ എച്ച് സോണിനകത്തേക്ക് വലിച്ചടിപ്പിക്കുക ചെയ്യുക. മയോസിൻ ഫിലമെൻറ്റ് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ എച്ച് സോണിനകത്തേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഇത് പരസ്പരം ഇവിടെ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ എത്തുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതെന്ത് ചെയ്തു? മസിൽ പൂർണ്ണമായിട്ടും കോൺട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഫിഗർ നന്നായിട്ട് നോക്കുക. കോൺട്രാക്ഷന് മുമ്പുള്ള ഫിഗർ തന്നിട്ട് എക്സാമിന് ഇത് കോൺട്രാക്ഷന് ശേഷമുള്ള ഫിഗർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്രോസ് ബ്രിഡ്ജ് പുൾഡ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഷോർട്ടനിങ് ഓഫ് ദ സാർക്കോമിയർ ഓർ മസിൽ കോൺട്രാക്ഷൻ occurs. The myosin releasing the ADP and inorganic phosphate goes back to its relaxed state. അപ്പോൾ മയോസിന് ADPയും ഫോസ്ഫേറ്റും റിലീസ് ചെയ്തിട്ട് അത് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാം. എ ന്യൂ ATP ബൈൻഡ്സ് ആൻഡ് ദ ക്രോസ് ബ്രിഡ്ജ് ഈസ് ബ്രോക്കൺ. അപ്പോൾ വീണ്ടും പുതിയൊരു ATP വരുന്നു. ആ ക്രോസ് ബ്രിഡ്ജ്, നേരത്തെ ഫോം ചെയ്തിരുന്ന ക്രോസ് ബ്രിഡ്ജ് ബ്രോക്കൺ ആകുന്നു. ദ ATP ഈസ് അഗൈൻ ഹൈഡ്രലൈസ്ഡ് ബൈ ദ മയോസിൻ ഹെഡ്. ATPയെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഹൈഡ്രലൈസ്ഡ് ബൈ ദ മയോസിൻ ഹെഡ് ആൻഡ് ദ സൈക്കിൾ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ആൻഡ് ബ്രേക്കേജ് ഈസ് റിപ്പീറ്റഡ് കോസിങ് ഫർദർ സ്ലൈഡിങ്. അങ്ങനെ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ആവർത്തിച്ച് വരുന്നു. ഡ്യൂറിങ് ഷോർട്ടനിങ് ഓഫ് ദ മസിൽ, ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ, ദ ഐ ബാൻഡ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് വെയറാസ് ദ എ ബാൻഡ് റിട്ടൈൻ ലെന്ത്. നേരത്തെ സൂചിപ്പിച്ചു, മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഐ ബാൻഡിൻ്റെ നീളമാണ് കുറയുന്നത്, ലെങ്താണ് കുറയുന്നത്. എ ബാൻഡ് റിട്ടൈൻ ഇറ്റ്സ് ലെന്ത്. എ ബാൻഡിൻ്റെ നീളം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് മസിൽ ഫാറ്റീഗ് എന്താണെന്ന് മനസ്സിലാക്കാം. മസിൽസിന് ഉണ്ടാകുന്ന ക്ഷീണം, ഫാറ്റീഗ് എങ്ങനെയാണ് സംഭവിക്കുക? റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് ദ മസിൽസ് ക്യാൻ ലീഡ് ടു ദ അക്യൂമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഡ്യൂ ടു അനൈറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദം കാസിംഗ് ഫാറ്റീഗ്. മസിൽ ഫാറ്റീഗ് ഉണ്ടാകാൻ കാരണം മസിൽസിൽ ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് മസിൽസിന് വർക്ക് ചെയ്യുവാൻ എനർജി വേണം. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജനാണ്.
നമ്മൾ ഒരുപാട് ഓടുകയോ ചാടുകയോ ഒക്കെ മസിൽസിന് ഒരുപാട് വർക്ക് വരുന്ന എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനാണ് എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കപ്പെടുക. ഈ ഗ്ലൈക്കോജന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റണം. അതായത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റണം, ഗ്ലൂക്കോസിന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റണം. അതാണ് നമ്മുടെ എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ഓക്സിജൻ അത്യാവശ്യമാണ്. അപ്പോൾ ഹെവി എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മസിൽസിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്തിയില്ല എന്ന് വരും. ആ സമയത്ത് എനർജി കിട്ടുന്നതിന് വേണ്ടി മസിൽസ് അനൈറോബിക് റെസ്പിറേഷനിലേക്ക് പോകും. അതായത് ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ ഗ്ലൈക്കോജന് ഗ്ലൂക്കോസാക്കി മാറ്റുകയും ഗ്ലൂക്കോസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുകയും ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് മസിൽസിൽ ഒരുപാട് കൂടിക്കഴിയുമ്പോൾ നമുക്ക് മസിൽസിൽ പെയിൻ ഉണ്ടാകും, വേദന ഉണ്ടാകും. അത് കാരണം മസിൽസിൽ ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ആ ക്ഷീണത്തിനെയാണ് നമ്മൾ മസിൽ ഫാറ്റീഗ് എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. Repeated activation of the muscles can lead to the accumulation of lactic acid due to anaerobic breakdown of glycogen in them, causing fatigue. ഇനി മസിൽ ഫൈബർ, രണ്ട് ടൈപ്പ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. വൈറ്റ് മസിൽ ഫൈബറും ഉണ്ട്, റെഡ് മസിൽ ഫൈബറും ഉണ്ട്. ഇപ്പോൾ മസിൽസൊക്കെ നമ്മൾ ചിക്കനും ഒക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില മസിൽ പീസുകളൊക്കെ നല്ല റെഡ് കളറിൽ കാണും, ചിലതാണെങ്കിൽ വൈറ്റ് കളറിലാണ് കാണുക. അതിൻ്റെ കയ്യിലെയും കാലിലെയും ഒക്കെ മസിൽസൊക്കെ ആണെങ്കിൽ വൈറ്റ് ആയിട്ടായിരിക്കും കാണുക. അല്ലാതെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെയുള്ള മസിൽസൊക്കെ ആണെങ്കിൽ അത് റെഡ് കളറിലായിരിക്കും കാണുക. അപ്പോൾ രണ്ട് രീതിയിൽ മസിൽ ഫൈബേഴ്സ് കാണാറുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്ന് നോക്കാം. ആദ്യം റെഡ് മസിൽ ഫൈബർ എന്താണെന്ന് നോക്കാം. Muscles contains a red colored oxygen storing pigment called myoglobin. അപ്പോൾ മസിൽസിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിനെ വിളിക്കുന്ന പേരാണ് മയോഗ്ലോബിൻ. മസിൽ ഹീമോഗ്ലോബിനെ വിളിക്കുന്ന പേരാണ് മയോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമുക്കറിയാം ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ബ്ലഡിൽ RBCയിലാണ് ഇവ കാണുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ മസിൽസിൽ കാണുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിനാണ്. കൂടുതൽ ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ഹീമോഗ്ലോബിനാണ്. ആ ഹീമോഗ്ലോബിനെ വിളിക്കുന്ന പേരാണ് മയോഗ്ലോബിൻ. മസിൽ കണ്ടെയ്ൻ എ റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് കാൾഡ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ കണ്ടന്റ് ഈസ് ഹൈ ഇൻ സം ഓഫ് ദ മസിൽസ് വിച്ച് ഗീവ് എ റെഡിഷ് അപ്പിയറൻസ്. അപ്പോൾ ചില മസിൽസിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മസിൽസിലൊക്കെ മയോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നമ്മളെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ബാക്ക് മസിൽസൊക്കെ മയോഗ്ലോബിൻ കണ്ടൻറ്റ് കൂടിയ മസിൽസാണ്. എപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മസിൽസാണ്. അപ്പോൾ ആ മസിൽസിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറായിരിക്കും. കാരണം അതിൽ മയോഗ്ലോബിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. Such muscles are called red fibers. These muscles also contain plenty of mitochondria. മസിൽസ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയാണ്, which can utilize the large amount of oxygen stored in them for ATP production. അപ്പോൾ ഈ മസിൽസിൽ എനർജി കൊടുക്കുന്ന മൈറ്റോകോൺട്രിയാണ് ATP സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, which can utilize the large amount of oxygen stored in them for ATP production. ATP പ്രൊഡക്ഷന് വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കാൻ സാധിക്കും. These muscles therefore can also be called aerobic muscles. ഈ മസിൽസിനെ aerobic muscles എന്ന പേരിലും വിളിക്കുന്നു. ഇനി എന്താണ് വൈറ്റ് മസിൽ ഫൈബേഴ്സ് നോക്കാം. Some of the muscles possess very less quantity of myoglobin and therefore appear pale or whitish. മയോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവായ മസിൽസാണ്, അതുകൊണ്ടവ വൈറ്റ് കളറിലായിരിക്കും കാണുക. സ്കെലറ്റൽ മസിൽസ് എസ്പെഷ്യലി കയ്യിലെയും കാലിലെയും മസിൽസൊക്കെ വൈറ്റ് ഫൈബേഴ്സാണ്. These are white fibers. Number of mitochondria are also few in them, but the amount of sarcoplasmic reticulum is high. മൈറ്റോകോൺട്രിയയുടെ അളവ് കുറവാണ്, പക്ഷേ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അളവ് കൂടുതലാണ്. They depend on anaerobic process for energy. അത്
അനേറോബിക് പ്രോസസ്സ് വഴി എനർജി എടുക്കുന്നുണ്ട്. എന്താ വ്യത്യാസമെന്ന് നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ ഒന്ന് മനസ്സിലാക്കാം. റെഡ് മസിൽ ഫൈബേഴ്സും വൈറ്റ് മസിൽ ഫൈബേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. റെഡ് കളേർഡ് ഡ്യൂ ടു മയോഗ്ലോബിൻ. റെഡ് മസിൽ ഫൈബേഴ്സ് റെഡ് കളറിലാണ് കാണുന്നത്. അതിന് കാരണം എന്താണ്? ഹൈ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ. മോർ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ അളവ് കൂടുതലായിരിക്കും. എയറോബിക് മെറ്റബോളിസമാണ് ഇതിൽ നടക്കുന്നത്. സ്ലോ ആൻഡ് സസ്റ്റൈൻഡ് കോൺട്രാക്ഷൻ. പതിയെയും എന്നാൽ നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിന് സഹായിക്കുന്നത് റെഡ് മസിൽ ഫൈബേഴ്സ് ആണ്. വൈറ്റ് മസിൽ ഫൈബേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ വൈറ്റ് കളേർഡ് ഡ്യൂ ടു ലെസർ മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ്റെ അളവ് കുറവായതുകൊണ്ട് വൈറ്റ് കളറിൽ കാണും. ലെസ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ അളവ് ഇതിൽ കുറവായിരിക്കും. അനൈറോബിക് മെറ്റബോളിസമാണ് അത് നടത്തുന്നത്. ഫാസ്റ്റ് കോൺട്രാക്ഷൻ ഫോർ ഷോർട്ട് പീരീഡ്. വളരെ വേഗത്തിൽ കോൺട്രാക്ട് ചെയ്യും ചെറിയ സമയത്തേക്ക്. സ്കെലറ്റൽ മസിൽസ് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന മസിൽസ് വളരെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ ക്ഷീണിക്കുകയും ചെയ്യുന്ന മസിൽസാണ് വൈറ്റ് മസിൽ ഫൈബേഴ്സ്. എന്നാൽ റെഡ് മസിൽ ഫൈബേഴ്സ് ആണെങ്കിൽ വളരെ പതിയെ മാത്രം അത് കോൺട്രാക്ട് ചെയ്യുകയും പെട്ടെന്ന് ക്ഷീണിക്കുകയില്ല. ഇത്രയുമാണ് റെഡ് മസിൽ ഫൈബേഴ്സും വൈറ്റ് മസിൽ ഫൈബേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ്. For video lessons, please subscribe TLP's biology classes. Thank you.